അഭിലാഷ, ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എത്രയൊക്കെ ചർച്ച ചെയ്താലും ഹരിചന്ദ്രനായും പെരുങ്കള്ളിയായും തുടരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ ആരെയും മനഃപൂർവ്വമായി പെരുങ്കള്ളിയാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു വിഷയമുണ്ടായിരിക്കുന്നു. ആ വിഷയമുണ്ടാകുന്നത് പട്ടത്ത് വെച്ചാണ്. പട്ടത്ത് വെച്ച് ഒരു KSRTC സൂപ്പർഫാസ്റ്റിൻ്റെ ഡ്രൈവറുമായി നഗരമാതാവും അവരുടെ ഭർത്താവ് കൂടിയായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവും ഉൾപ്പെടെ അവരുടെ കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച വാഹനവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നു. ആ തർക്കം മുന്നോട്ട് പോകുന്നു. അത് ട്രിഡയുടെ പാളയത്ത് ട്രിഡയുടെ കോംപ്ലക്സിന് മുന്നിൽ വെച്ച് ആ വാഹനം തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്ക് എത്തുന്നു. തുറന്ന് ചർച്ചകൾ ഉണ്ടാകുന്നു. ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മേയറാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. ആ മേയർ സംസാരിച്ചതെല്ലാം നമ്മൾ ആദ്യം മുഖവിലേക്കെടുത്തു. എന്നാൽ തെളിവുകളെല്ലാം അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞു, എനിക്കെതിരായി ലൈംഗിക ആക്ഷേപം നടത്തിയവർ, ആക്ഷേപം നടത്തിയ ഡ്രൈവർ മദ്യപിച്ചിരുന്നു, അദ്ദേഹം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. പോലീസ് ആ സ്പോട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയി ലഹരി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നു. അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നു. ഈ പറയുന്ന എവിടെ വെച്ചാണോ ഇവർ വാഹനം തടഞ്ഞിട്ടത്, ആ വാഹനം തടഞ്ഞിട്ടത് അവിടെ റെഡ് സിഗ്നൽ നിർത്തിയപ്പോഴാണ് ഞങ്ങൾ പോയി സംസാരിച്ചതെന്ന് പറയുന്നു. പച്ചക്കള്ളമാണെന്ന് പറയുന്നു. പച്ചക്കള്ളമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ആ റെഡ് സിഗ്നലിന് മുന്നിലുള്ള അവിടെ ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ അതിന് മുന്നിലേക്ക് ഇടതുവശത്തുകൂടി വണ്ടി ഓവർടേക്ക് ചെയ്ത്, അവർ സഞ്ചരിക്കുന്ന കാർ ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ ക്രോസ് ഇട്ടുകൊണ്ടാണ് ആ വാഹനം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അങ്ങനെ പറയുന്നവരെ പച്ചക്കള്ളി എന്നല്ലേ പറയേണ്ടത്? അപ്പോൾ ആ രീതിയിൽ തുടർച്ചയായി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേയർ തിരുവനന്തപുരത്തിന് അപമാനമാണ്. ആ മേയർ ആയിക്കോട്ടെ, അത് മാറ്റിവെക്കൂ. അതിനപ്പുറം അവരത് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? അവർ പറയുന്നു, ഞങ്ങൾ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തിട്ടില്ല. ഓവർടേക്ക് ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുന്നു. ഈ ഡ്രൈവർക്കെതിരായി പറഞ്ഞിരിക്കുന്ന ആദ്യം 2 ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ലൈംഗിക അധിക്ഷേപം നടത്തി. രണ്ടാമത്തേത്, അദ്ദേഹം മദ്യപാനിയായിരുന്നു അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നു. ഒന്ന് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഏക പോംവഴി, ഫ്ലൈറ്റിൽ എങ്ങനെയാണോ ബ്ലാക്ക് ബോക്സ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കൃത്യമായി ഡ്രൈവറുടെ തലയ്ക്ക് മുകളിൽ തന്നെ കൃത്യമായി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറയുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ്, അത് ഇപ്പോൾ വിവാദമായി. അതിനെക്കുറിച്ച് അന്വേഷണം വരുമ്പോൾ ഡ്രൈവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മേയർ മറുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ആ മെമ്മറി കാർഡിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വാഹനത്തിൽ നിന്ന് മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, അവിടെ ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ആ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിന് 10-15-20 മിനിറ്റ് മുമ്പ് മുതൽ ഈ ഡ്രൈവർ മേയറുടെ ഭർത്താവ് കൂടിയായ MLAയുടെയും കൺട്രോളിലും നിരീക്ഷണത്തിലുമാണ്. ഞാൻ പറഞ്ഞു തരട്ടെ, മേയറുടെ ഭർത്താവ് അതിക്രമിച്ച ആ വാഹനത്തിൽ കയറി. ഇവർക്ക് എന്ത് അവകാശമാണ് ബസ് തടഞ്ഞു നിർത്താൻ? ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ബസ് തടഞ്ഞു നിർത്തിയത്? അപ്പോൾ പറയുന്നത് ലൈംഗിക അധിക്ഷേപം നടത്തി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലൈംഗിക അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞ് ഞാൻ 92 മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളാണ്. KSRTC സൂപ്പർഫാസ്റ്റിന്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഡ്രൈവർ, അതിന്റെ ക്യാബിനിൽ ലൈറ്റ് ഇല്ല. ഡ്രൈവർ ആ KSRTC സൂപ്പർഫാസ്റ്റിനുള്ളത് 4 ഹെഡ്ലൈറ്റ്സ് ഉണ്ട്. അങ്ങനെ ഹെഡ്ലൈറ്റ്സ് ഇട്ട് പോകുന്ന വണ്ടി, അതിന് തൊട്ട് മുമ്പേ പോകുന്ന കാറിൽ ഇരിക്കുന്നവർ തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന രീതിയിൽ ആംഗ്യവിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ, തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും ഞങ്ങൾ അത്ര മണ്ടന്മാരല്ല. അപ്പോൾ ഇല്ലാത്ത ഒരു ആക്ഷേപം അവിടെ ഉണ്ടാക്കുന്നു. ഇനി അത് ശരിയാണെന്നിരിക്കട്ടെ. ഇനി മേയറുടെ ഇത്തരത്തിലുള്ള ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം അല്ലെങ്കിൽ പരാതി കഴമ്പുള്ളതാണെന്നിരിക്കട്ടെ. സമയം എത്ര കഴിഞ്ഞിരിക്കുന്നു? ഇവിടെ ആരോടാണ് ഈ ഷിജു ഖാൻ വെല്ലുവിളി നടത്തുന്നത്? സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതാരാണ്? ഇത്രയും ദിവസമായിട്ടും അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ചല്ലേ ഷിജു ഖാൻ സംസാരിക്കുന്നത്? ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ചല്ലേ മേയർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ മേയർ പറഞ്ഞത് കള്ളമാണ്. ഇത് രണ്ടിലൊന്നും സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മെമ്മറി കാർഡ് നോക്കൂ, ഒന്നിനു പുറകെ ഒന്നായി. ആ ഡ്രൈവർ കുഴപ്പക്കാരനാണെന്ന് ഷിജു ഖാൻ പറയുന്നു. വാദഗതിക്ക് വേണ്ടി അതും അംഗീകരിച്ചേക്കാം. അങ്ങനെ കുഴപ്പക്കാരനാണെങ്കിൽ എന്തുകൊണ്ടാണ് KSRTC, നമുക്കറിയാം, ഒരു AMVI അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് മോശമായി പെരുമാറുകയും ഭാര്യ ആത്മഹത്യ ചെയ്തപ്പോൾ ആ AMVI സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു, അല്ലേ? ഇവിടെ എന്തുകൊണ്ടാണ് സർവീസിൽ സസ്പെൻഡ് ചെയ്ത ഒരു ലെറ്റർ പോലും കൊടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് KSRTC അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത്? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇല്ലാക്കഥകൾ ഉണ്ടാക്കുന്നു. ആ ഇല്ലാക്കഥകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഞാൻ അഭിലാഷ് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏത് നേതാവായാലും വിളഞ്ഞു പഴുക്കണം. വിളയാതെ പഴുത്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് CPM നേതൃത്വം ഇടപെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും ഇത്തരത്തിൽ ഈ മേയറുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. CPM മൊത്തത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ബാക്കി പത്രമായിട്ടാണ് മെമ്മറി കാർഡ് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശരി, അതാണ് കോൺഗ്രസിന്റെ ചാർജ്.